പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നത് ബുധൻ്റെ ഇടവം രാശിയിലേക്കുള്ള ചരവശാലുള്ള മാറ്റവും ഈ മാറ്റം മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ്. കേവലം 2 ആഴ്ച മാത്രമാണ് ഇടവൻ രാശിയിൽ ബുധൻ പ്രവേശിക്കുന്നത്, നിൽക്കുന്നത്. പക്ഷേ ഈ 2 ആഴ്ചക്കാലം ഒരു വ്യക്തിയുടെ വിഷയത്തിൽ ബുധൻ ചെലുത്തുന്ന സ്വാധീനം വളരെ കൂടുതലാണ്. എന്തെന്നാൽ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. നിങ്ങളറിയണം, ഗാംബ്ലിംഗ്, ലോട്ടറി അല്ലെങ്കിൽ മധ്യസ്ഥത, ഭൂമി ക്രയവിക്രയങ്ങൾ, ഏജൻറ്റ്, ഏത് ദൗത്യങ്ങളും നിർവഹിക്കുക, ഇതൊക്കെ ബുധൻ്റെ മാത്രം ധർമ്മമാണ് ജ്യോതിഷത്തിൽ. പലപ്പോഴും ഒരു വ്യക്തിക്ക് ലോട്ടറി അടിക്കുന്നുണ്ടെങ്കിൽ ആ ലോട്ടറിയുടെ സ്വാധീനം, ആ ലോട്ടറി ലഭിക്കുവാനുള്ള സ്വാധീനം ഉണ്ടാക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ. അതിനാലാണ് ബുധനെ നാം ഗാംബ്ലർ പ്ലാനറ്റ് എന്ന് പറയുന്നത്. അതിനാൽ കേവലം 14 ദിവസമാണെങ്കിലും ബുധൻ്റെ ഒരു രാശിയിലേക്കുള്ള വരവ് അതൊരു വരവാണ്. ഏതാനും ദിവസങ്ങൾ ബുധൻ മേടൻ രാശിയിലായിരുന്നു. ഞാൻ വിശദമായി ഓരോ രാശിക്കാരുടെയും വിഷയങ്ങളിതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ബുധൻ ഇവിടെ ശത്രുക്ഷേത്രത്തിലായിരുന്നു. എന്നാൽ ഇതാ ബുധൻ തൻ്റെ ഏറ്റവും അടുത്ത സുക്ഷേത്രമായ ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ആ ബുധൻ നമുക്കിതാ 2025 മെയ് 23 മുതൽ ജൂൺ 6 വരെയുള്ള 1200 ഇടവമാസം 9-ാം തീയതി മുതൽ ഇടവമാസം 23-ാം തീയതി വരെയുള്ള കേവലം 14 ദിനങ്ങൾ, 2 ആഴ്ച ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികൻ രാശി. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ബുധൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, ബുധൻ അവിടെ അഷ്ടമാധിപനും ലാഭാധിപനുമാണ്. ലാഭാധിപനായ ബുധൻ 7-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്തുണ്ടാകുന്നു? ലാഭത്തെ പ്രദാനം ചെയ്യുന്നു. എന്ത് ലാഭത്തെ പ്രദാനം ചെയ്യുന്നു? യാത്രാലാഭത്തെ പ്രദാനം ചെയ്യുന്നു. മറ്റെന്ത് ലാഭത്തെ പ്രദാനം ചെയ്യും? വിവാഹാദി വിഷയങ്ങളുടെ ലാഭത്തെയും പ്രദാനം ചെയ്യും. അങ്ങനെ വൃശ്ചികം രാശിക്കാർക്ക് ലാഭാധിപനായ ബുധൻ 7-ൽ വരുമ്പോൾ ആ ഭാവത്തിനൊക്കെ ലാഭമുണ്ടാക്കുന്നു. 7-ാം ഭാവം എന്താണ്? വിവാഹം, അതിനാലോക, ഭാര്യാഭർത്ത സമാഗമഃ, ശയ്യ, സ്ത്രീസത്മ, നഷ്ടാർത്ഥ, മൈഥുനാനബി, സപ്തമാത്. ഇവിടെ ഭാര്യാഗൃഹം, ഭാര്യാസുഖം, വിവാഹം, കാമം, സഞ്ചാരം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവങ്ങൾക്ക് ബുധൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നു. ഇപ്പോൾ ബുധൻ വന്ന് കയറിയിട്ടേ ഉള്ളൂ അതിഥിയായിട്ട് തൻ്റെ സുക്ഷേത്രത്തിൽ. അതിനു മുൻപ് അവിടെ ആരാണുള്ളത്? സൂര്യനാണ്. ആ സൂര്യൻ സ്ത്രീകൾക്ക് പരിഭവം കൊടുക്കും. അതിൽ നിന്നും വിഭിന്നമായി 7-ാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. 7-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ വരുമ്പോൾ അതാണ് ഫലം. സൗമി വിവാഹഘടന, ഇതാ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. നഷ്ടാർത്ഥ ലാഭ, തനിക്ക് നഷ്ടപ്പെട്ട കാശ് തിരിച്ചു വരുന്നു. അതിനാൽ പലപ്പോഴും മധ്യസ്ഥതയൊക്കെ വഹിച്ചുകൊണ്ട് തനിക്ക് കിട്ടുവാനുള്ള ധനം തൻ്റെ കൈവശം വന്നു ചേരുണ്ടെന്ന ഒരു മഹത്തായ സമയമാകുന്നു ഈ ഒരു സമയം. അതിനുവേണ്ടി ഉത്സാഹിക്കണം വൃശ്ചികം രാശിക്കാർ. വിദേശയാത സുഹൃത്ത് ആയാനാധികം സ്യാത് ഫലം. തൻ്റെ വിദേശത്തുള്ള സുഹൃത്ത് വരും. തന്നോട് കടം വാങ്ങിപ്പോയ സുഹൃത്തായിരിക്കാം. അദ്ദേഹം വന്ന് അദ്ദേഹം ഇതാ മോനെ നിങ്ങളുടെ കാശിത എന്ന് പറയുന്നൊരവസ്ഥയുണ്ടാകും. അല്ലെങ്കിൽ വിദേശത്തുള്ള സുഹൃത്തിലൂടെ തനിക്കൊരു വിസ ലഭിക്കുക, യാത്ര ലഭിക്കുക. ഇപ്പോൾ വിസ ലഭിക്കുവാനും പ്രയാസമൊന്നുമില്ല. കാശ് കൊടുത്താൽ വിസ കിട്ടും. പക്ഷേ അവിടെ അനുകൂലമായി ജോലി കിട്ടണം. എങ്കിൽ മാത്രമേ യാത്ര കൊണ്ട് ഗുണമുള്ളൂ. അതിനാൽ തൻ്റെ സുഹൃത്ത് തനിക്കൊരു വഴികാട്ടിയായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇന്നൊരു ചാൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് തന്നെ സഹായിക്കുവാനുള്ള ഒരു സമയം സംജാതമാകും വൃശ്ചികം രാശിക്കാർക്ക്. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും. കുമാരോ ബുധഃ എന്നാണ്. അതിനാൽ കുമാരന്മാർക്ക്, കുമാരിമാർക്ക് വിവാഹ തീരുമാനങ്ങളാകാം. ഇവിടെ ശുക്രൻ, വിവാഹപതിയായ ശുക്രൻ നിൽക്കുന്നത് ഉച്ചസ്ഥനായി 5-ാം ഭാവത്തിലാണ്. 2-ാം കെട്ടുകാർക്ക് ഇത് സുവർണ അവസരമാണ്. സെക്കൻഡ് മാരേജ് അവർക്ക് നല്ലതാണ്. ഡൈവേഴ്സുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഡൈവേഴ്സ് കേസ് കഴിഞ്ഞ് മറ്റ് വിവാഹത്തിന് ചിന്തിക്കുന്നവർക്ക് ഈ ഒരു 2 ആഴ്ചക്കാലം വളരെ നല്ലതാകുന്നു. അതിനുവേണ്ടി ഉത്സാഹിക്കണം.
പിന്നെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം, അഷ്ടമാധിപനായ 8ാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണ് ബുധൻ എവിടെ നിൽക്കുന്നത്? 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. അവിടെ വരാഹമിഹിർ ആചാര്യൻ്റെ പ്രധാനപ്പെട്ട ശ്ലോകം നാം ഓർക്കണം. രന്ദ്രേശ സുതബോധവ മതഗതോ നൃണാം നിഹന്തി അങ്കനാം. ഭാര്യ നശിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്. ഭാര്യാനാശം, ഭാര്യയ്ക്ക് അസ്വസ്ഥത, ഭാര്യാസുഖം കുറയും. കാരണം 7ാം ഭാവത്തിൽ സൂര്യനാണ്. ആ സൂര്യനെ അഷ്ടമാധിപനായ ബുധൻ ശുഭഗ്രഹമാണെന്ന് കരുതിയാലും ആ ഭാവത്തിനെ നന്നാക്കുകയല്ല ചെയ്യുക, ആ ഭാവത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഫലവും പറഞ്ഞിട്ടുണ്ട് ഹോരാചാര്യർ. ഹന്ദേവ പ്രഥമാം വധും വൃഷഗതശ്ചന്ദ്രാത്മജ സപ്തമേ. ആദ്യ ഭാര്യ നശിച്ചു പോകും 7ാം ഭാവത്തിൽ അഷ്ടമാധിപനായ ബുധൻ വൃശ്ചികത്തിൽ വന്നാൽ, അഷ്ടമാധിപനായ ബുധൻ ഇടവത്തിൽ വന്നാൽ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ഈ ഒരു വിഷയത്തെ നിങ്ങൾ വളരെ കൂലങ്കഷമായി ചിന്തിക്കണം. ഭാര്യയ്ക്ക് സമയദോഷം ഉണ്ടാകും. അതിനാൽ ഭാര്യയുടെ പേരിൽ നിങ്ങൾക്ക് നല്ല അർച്ചനകൾ, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാം. ആർക്ക് ചെയ്യാം? വൃശ്ചികം രാശിക്കാർക്ക്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പലപ്പോഴും മറ്റൊരു പിതാവിൻ്റെ സംരക്ഷണം വരാം. ചില അനാഥരായ കുട്ടികൾ, പിതാവ് നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഒരു പിതൃത്വം വരുന്ന സമയമാണ്. അമ്മയും മകനുമുള്ള സമയത്ത്, അമ്മ ഡൈവേഴ്സാണ്, വിധവയാണെങ്കിൽ പെട്ടെന്ന് കൈപിടിക്കാൻ സഹായിയായിട്ട് ലൈഫിലേക്ക് അവർക്കൊരു പുരുഷൻ വരുമ്പോൾ ഈ മകന് ഒരച്ഛനെ ലഭിക്കുന്നു എന്നൊരു വിശേഷപ്പെട്ട ഫലമുണ്ട് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. കീടെ യുഗ്മപിത, 2 പിതാവുണ്ടാകുമെന്നാണ്. അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് മാറി മക്കളില്ലാത്ത വല്യച്ഛൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ പ്രായമുള്ള മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് കുട്ടി പറിച്ചു നടപ്പെടുന്ന ഒരു സമയവും കൂടി സമാഗതമാവുകയാണ്. മറ്റൊരു വീട്ടിലേക്ക് കുട്ടി പഠിക്കാൻ പോകുന്നു. അവിടെ രണ്ടാമതൊരു അച്ഛനെ പോലെ വലിയച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ അമ്മാമനോ ആ കുട്ടിയെ സംരക്ഷിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. അത് 2 ആഴ്ചക്കുള്ളിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് ചില തീരുമാനങ്ങൾ, ആകസ്മികമായ ചില തീരുമാനങ്ങൾ വൃശ്ചിക രാശിക്കാർക്കുണ്ടാകാം. അത് നല്ലതിനായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചിക രാശിക്കാർക്കും സുശോഭനമായ 2 വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.